പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, പുളിങ്കര ഇടവകയിൽ ഒരു ഹാഫ് ഡേ 9:30 തുടങ്ങി 1 മണി വരെയുള്ള ശുശ്രൂഷ. അവരുടെ താൽക്കാലിക ദേവാലയമാണ്. നോക്കിയ താൽക്കാലിക ദേവാലയം തന്നെ എത്ര മനോഹരമായിട്ടാണ് അല്ലേ. ശരിക്കും ദേവാലയം എന്തായിരിക്കും? ഞങ്ങളുടെ ഒരു അത്ഭുതം പ്രിയ സഹോദരങ്ങളെ. ഇട ദിവസമല്ലേ, മുടക്കാണെങ്കിലും ആൾക്കാരൊക്കെ നല്ല മഴയൊക്കെയല്ലായിരുന്നു. പള്ളി നിറച്ച് ജനം. അതായത് ഒരു താമസിച്ച് ധ്യാനം, അവർ 500 പേര് താമസിച്ച് ധ്യാനം കൂടുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? അതേ അനോയിന്റിങ്ങില് ബഹുമാനപ്പെട്ട ജിജി കുന്നേൽ എന്ന് പറഞ്ഞ അച്ഛനാണ്. ചിരിഞ്ഞാലക്കുട രൂപതയിലെ ശക്തനായിട്ടുള്ളൊരു വചന ശുശ്രൂഷകനാണ്. അച്ഛനാണ് ഇവരുടെ വികാരിയച്ഛൻ. അച്ഛൻ്റെ നേതൃത്വത്തിൽ കട്ടകി നിൽക്കുന്ന ഒരു ദൈവജനം അതായത് പുളിങ്ങര ഇടവക എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കനകമലയൊക്കെ ഉണ്ടല്ലോ. കനകമല കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 12 കിലോമീറ്റർ വീണ്ടും ഇങ്ങോട്ട് വരണം. നല്ലൊരു ജനമായിരുന്നുള്ളൂ. നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾക്കറിയാലോ, ഒരു ഇടവക ഒരു ദേവാലയം പണിയാന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഫണ്ട് വേണം, കോടിക്കണക്കിന് രൂപയാണ് നമുക്കറിയാം. അത് പിന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തണ്ടേ. അപ്പോൾ ശരിക്കും ഞാനിവിടെ കണ്ടൊരു അത്ഭുതം, ശരിക്കും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമായിട്ട് അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ശക്തമായിട്ട് ഈ പുളിങ്കര ഇടവകകളുടെ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഇന്നേ ദിവസത്തിൽ ഒരു നന്മ നിറഞ്ഞ മറിയമെ ചൊല്ലി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷ സെൻറ് മേരീസ് ദേവാലയം പുളിങ്കരയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സാറായുടെ അമ്മ കരയാൻ തുടങ്ങിയ സാറായുടെ അമ്മ ആശ്വസിപ്പിക്കുന്നതാണ്. വചനം ഇങ്ങനെയാണ്. അത് തോബിത്തിന്റെ പുസ്തകം 7:17 വചനം പറയാണ്: കുഞ്ഞെ, ധൈര്യമായിരിക്കുക, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും, ധൈര്യം അവലംബിക്കൂ. കണ്ടോ? അതായത് നീ കരയണ്ട, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും, നീ ധൈര്യം അവലംബിക്കുക. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഓരോ പ്രതികൂലങ്ങളിലൊക്കെ പെട്ട് നഷ്ടധൈര്യമായിരിക്കുന്ന മക്കളോട് കർത്താവിന്റെ ഈ വചനം ഇത് വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ സഹോദരങ്ങളെ സന്തോഷം വരും, ധൈര്യം അവലംബിക്കാനായിട്ട് നമുക്ക് പറ്റും. ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നാളെ നമ്മുടെ താമസത്തിൽ ധ്യാനം ആരംഭിക്കുകയാണത്. താഴത്തെ സ്ക്രോളിങ്ങിൽ പോകണില്ലേ, ബുക്കിംഗ് നമ്പറാണ്. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ താമസിച്ച് കുറേ നാളുകളായി താമസത്തിൽ ധ്യാനം കൂടുകയാണെങ്കിൽ ഇപ്പം തന്നെ വിളിക്കുക. നിങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് വ്യക്തിപരമായിരുന്നതുപോലെ അച്ഛൻ നിങ്ങളെ സ്വാഗതം ചെയ്യണം കേട്ടോ. നാളെ വ്യാഴാഴ്ച നമുക്ക് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് 4:30 നമ്മുടെ ജപമാലയുടെ നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കും. തുടർന്ന് ശക്തമായ പിന്നെ യുദ്ധമാണ്. നാളെ തുടങ്ങി, നാളെ 9 മണിക്ക് നമ്മുടെ വൺ ഡേ ശുശ്രൂഷ, 4:30 നമ്മുടെ താമസത്തിലെ ധ്യാനങ്ങൾ, പിന്നെ ഞായറാഴ്ച 3 മണി വരെ യുദ്ധമാണ് കേട്ടോ. അപ്പോൾ ഈ യുദ്ധത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ അച്ഛൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.